கோடை விடுமுறையை தொடர்ந்து மாவட்டத்தின் முக்கிய சுற்றுலா மையமான வாகமனுக்கு வரும் சுற்றுலா பயணிகளின் எண்ணிக்கை அதிகரித்துள்ளது. வாகமனில் நடைபெற்று வரும் மலர் கண்காட்சியும் பயணிகளை அதிகமாக கவர்ந்து வருகிறது. வாகமனின் இயற்கை அழகிற்கு கூடுதல் மெருகேற்றிதான் மலர் கண்காட்சி இந்த மாதம் 11ஆம் தேதி வரை நடைபெறுவது. ஹைரேஞ்சின் குளிர் தேடி வரக்கூடிய சுற்றுலா பயணிகளுக்கு ஒரு சொர்க்கமாகத்தான் வாகமன். அதிகாலையில் மேக கூட்டங்கள் நிறைந்து கிடைக்கக்கூடிய மலைக்குண்டுகள், தேயிலை காடுகள் உட்பட உள்ளவைகள் எல்லோரையும் கவரும். கண்ணாடி பாலம் தான் வாகமனுக்கு வரக்கூடிய சுற்றுலா பயணிகளில் மிக அதிகம் கவருவது. சிப்லைன், ரோலர் உட்பட பல்வேறு வித விளையாட்டுகளும் ஆக்டிவிட்டிகளும் வாகமனில் உள்ளன. மதியத்திற்கு முன்பு சில நாட்களில் பெய்திறங்கக்கூடிய வேகல்மழை சுற்றுலா பயணிகளுக்கு துயரத்தை ஏற்படுத்தினாலும் மலர் கண்காட்சி அவர்களை மனநிறைவு அடைய செய்கிறதா? പ്രായം നോക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇത്രയും കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇത് നല്ലൊരു സംരംഭമാണ്. കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ അല്ലെങ്കിൽ വലിയ പ്രായമായവർക്ക് വരെ ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമാണ് വാഗമണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരുക്കിയ എല്ലാവർക്കും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇങ്ങനൊരു നമ്മുടെ കേരളത്തിൽ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നല്ലൊരു സംവിധാനമാണ്, ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ട്. கோடை விடுமுறை என்பதால் இனியும் அதிகமான சுற்றுலா பயணிகள் வருவார்கள் என்ற நம்பிக்கையில்தான் வாகமன். ഓക്കെ, ഇതിപ്പോൾ വാഗമൺ ഗാർഡൻസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിട്ടുള്ള തോന്നുന്നത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വന്നതാണ്. ഇപ്പോൾ പല സ്ഥലത്തും പോയി, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി തോന്നിയ ഒരു വളരെ കണ്ണിന് വളരെയധികം കുളിർമ കിട്ടുന്ന ഒരു പ്ലേസ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ വന്നതാണ്. വാഗമൺ അത്യാവശ്യം അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളെല്ലാം സന്ദർശിച്ചു. പക്ഷേ ഈ ഫ്ലവർ ഷോ ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അടുത്ത 3-ാം തീയതി വരെ ഒരു വലിയ രീതിയിൽ ഫ്ലവർ ഷോ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അത് എന്തായിരിക്കും. കാരണം ഇപ്പം തന്നെ നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തതും കാര്യങ്ങളെല്ലാം. അതിൻ്റെ അടുക്കും കാര്യങ്ങളും എല്ലാം അവരുടെ മെയിൻ്റെനൻസും അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.